ഞാൻ സാറിനോട് ഇതിനകത്ത് ആള് വേണമെന്ന് പറഞ്ഞപ്പോ 1-2 പേരെ പ്രതീക്ഷിച്ചുള്ളൂ. എന്നിട്ട് ഇപ്പത്തെ 5 കുട്ടികൾ വന്നിരിക്കുക. നിങ്ങൾ ഈ ഗുണ്ടകളുടെ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലേ. താനധികം സംസാരിക്കണ്ട, അത് എനിക്ക് അപകടം ചെയ്യും. ശരിയാണ്, വളരെ സത്യമാണ്. എന്റെ നാവുപഴ കുഴപ്പമാണെന്നേ. അവിടെ കണ്ടടച്ചിരുന്നോ? ഹൈ, എനിക്ക് ഓർക്കാൻ വരുന്നൊന്നുമില്ല. നമുക്ക് മീറ്റിംഗ് പറഞ്ഞിരിക്കാന്ന്. കിടക്കണവിടെ ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് സംസാരിക്കരുത് കേട്ടോ. ഭീഷണിപ്പെടുത്തിയ നീ എന്ത് ചെയ്യണം? എന്നോട് നോർമലായിട്ട് പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ അനുസരിക്കും. ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ കണ്ണടച്ച് കിടന്നു. നിങ്ങൾ എന്തേ കാണിക്കണേ? മിണ്ടി എന്നിട്ട് കണ്ണു കുത്തി പിടിച്ചാണ് ഞാൻ. പാല, എന്ത് പറ്റിയതാ? ഇത് വീണതൊന്നുമല്ല. വീണതാ സാറേ. ഇത്രയും വലിയ പരിക്ക് പറ്റാൻ നീ എവിടെ നിന്നാ വീണത്? ജയിലിൽ കയറാൻ നോക്കി? ജയിലാടിയിട്ട് അവിടെ പോകാനാ സാറേ. സത്യ ഒട്ടംകടി കളിച്ച് നീ ബാലിന് പണി കൊടുത്തു അല്ലേ? സത്യത്തിൽ എന്താ തൊള്ളേന്നൊരു വാക്ക് വീണ സ്പോട്ടിൽ പന്തളയും. മച്ചാനാ അത് കളിക്കിട്ടോ, പെർഫെക്റ്റ്. ഓക്കെ, നീ തെളിയിച്ചിട മോനെ. ഇവിടെ ജില്ലാ ജയിലാണ് ഉൾക്കൊള്ളാന്ന് പൊളിച്ചിറക്കുന്നുണ്ട് ഞാൻ. ഇവനെപ്പോഴും ഒരു നോട്ടത്തിലുണ്ടാവട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. പേടിക്കാനൊന്നുമില്ല, ബാലിനെ ഒറ്റയ്ക്കൊരു സെല്ലിലാക്കി. അപ്പൊ ഞങ്ങള് പാവങ്ങളല്ലേ? നിങ്ങളൊക്കെ പാവങ്ങളാ, ഞാൻ മാത്രമുള്ളൂ ദുഷ്ടൻ. ഓക്കെ, താനിക്ക് വന്നു. എന്താ സാറേ? ഈ കുട്ടിക്ക് താൻ മാത്രമേ ഉള്ളൂ, അതോർത്തോണം. ഇങ്ങനെയുള്ള കേസിൽപ്പെട്ട എന്നും ഒരു നോട്ടപ്പുള്ളിയാവും. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രവൃത്തിയിലും സംസാരത്തിലും ഒരു സൂക്ഷ്മത വേണം. ഇനി എന്റെ ശബ്ദം പുറത്ത് കേൾക്കില്ല സാറേ. രാവിലെ എവിടെ പോയി? ഒരു കുപ്പി വാങ്ങിക്കാൻ പോയതാ, 1-ാം തീയതി അറിഞ്ഞില്ലടാ. ഇതൊക്കെ അത്യാവശ്യ കാര്യമില്ല മനുഷ്യന്, നടക്കാൻ പാടുണ്ടോ? വണ്ടി നിർത്തടാ. നിങ്ങളെന്തേ കാണിക്കുന്നത്? എന്താ വണ്ടി നിർത്തണം. എന്താ തോമസേട്ടാ പ്രശ്നം? എന്താ? നിന്നെ പോലത്തെ രാജ്യദ്രോഹിക്കൊപ്പം യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വിശ്വാസത്തിൽ യാത്ര ചെയ്യേണ്ട താരങ്ങോ? പണ്ട് കിടക്കും സ്ഫോടനം പറഞ്ഞോയാ. എന്റെ കീ വല്ല ബോംബിടുന്ന എങ്ങനെയാണ്? എന്താ പെണ്ണുപിള്ളേർക്ക് അടിക്കുന്നുണ്ട്? എന്റെ സത്യ, നീ ബസ്സിനകത്ത് കയറിയ വേറെ ആരും ബസ്സിൽ കയറില്ല. ഡ്രൈവ് ചെയ്ത് നമ്മളെ വയറ്റ് തിരിക്കല്ലേ? ഒന്നറിയിപ്പോ പിന്നെ കണ്ടോളാണ്. ഞാൻ കണ്ണാശുപത്രി പോയി വരച്ചടാ തെണ്ടി.
എടാ ഭീകരവാദി എടുത്തോളാടാ നിന്നെ. ഇന്നലത്തെ മഴയിൽ വെള്ളം നന്നായി കലങ്ങിണ്ട് കേട്ടോ. നമ്മുടെ വാട്ടർ കണക്ഷന്റെ കാര്യമൊന്നും ആയില്ലേ? പല വഴിയും ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് വഴിയില്ലാത്തതുകൊണ്ട് കണക്ഷൻ തരാൻ ഒരു വഴിയില്ലെന്ന് അവര് പറയണത്. ഇനി വേറെ വല്ല വഴി നോക്കാം. വെള്ളം കേക്കണടാ. നിനക്കാരടാ പുല്ല എന്റെ കിണറ്റിന് വെള്ളം കോരാനുള്ള അധികാരം തന്നത്? ഹൈ, ഞാൻ പിന്നെ എവിടെ പോയി വെള്ളം കോരാനാ? നീ വേറെ ആരുടെങ്കിലും കെട്ടി പോയി കോരടാ. എന്റെ വർക്കിച്ച ഈ വീടിന്റെ പരിസരത്തുള്ള വീടുകളിലെ കിണറ്റിൽ മുഴുവൻ ഉപ്പുള്ള ഉപ്പായിരിക്കൂടാ. എന്താടാ എന്റെ കിണറ്റിൽ മാത്രം ഉപ്പില്ലാത്തത്? ഇതില് പാറയടാ പാറ. ഞാൻ എത്ര കോല് താത്തിട്ടാണ് ഈ പാറ കണ്ടതെന്ന് നിനക്കറിയാമോ? അതിൽ നിന്ന് വരണ തെളിനീര് നീ അങ്ങനെ വെറുതെ എന്ത് തോന്നിയ അതെടുക്കരുത്. ഞാൻ കുളിക്കാൻ കുളിക്കണ്ടടാ. അതിന്റെ ഉപ്പും വരട്ടി വെയിലത്ത് വെച്ച് ഉണക്ക് നീ. നീ ഇതെവിടെ കൊണ്ടുപോയി മനുഷ്യനെ കൊണ്ട്? പറയില്ലേ വർഗീസേ, പാത്രം കഴുകാൻ പാത്രം വെച്ചിട്ട് നിനക്ക് ഞാൻ കഴുകി തരാടി. പാറയെത്തി. കണക്കിന് പോകണല്ലോ ഒരു ആംബുലൻസ് വാങ്ങുന്ന ലാഭം. പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഒരു തവളയെ പോലെ തന്നെ ആയി. ദേ വർക്കിച്ച വന്നിട്ടുണ്ട്, പഴയതിലും വലിയൊരു കെട്ടായിട്ട്. വന്നാ നീ ഈ കിണറ്റിൽ തന്നെ വെള്ളം കോരിയാ മതി. അയാൾ തടസ്സപ്പെടുത്താൻ വന്നാ നേരെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. അതെ, ഇതൊക്കെ പോലീസുകാരെ അറിയിച്ച വല്ല പ്രശ്നമാവും. നീ എന്തിനെങ്ങനെ പേടിക്കണേ? നമ്മളുള്ള കാര്യമല്ലേ പറയണത്. ഞാൻ ഈ പോണ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബോംബെക്ക് താമസം മാറ്റും. വെറുതെ എന്തിനാ ഈ ചുമ്മമാരുടെ ഇടയിൽ കിടന്ന് നമ്മൾ കോമാളിയാവണത്? അവിടെ ചെന്ന് കച്ചവടം ചെയ്യാനൊക്കെ കുറെ കാശ് വേണ്ടേ? ഇത് അത്ര വലിയ കടയൊന്നുമല്ല. പിന്നെ കുറച്ച് പൈസ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. സാധനങ്ങൾ ക്രെഡിറ്റ് വരും. വിൽക്കണ അനുസരിച്ച് കാശ് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഈ വീടും കടയൊക്കെ വിൽക്കാനായിട്ട് ദിനേശിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണം. ഇനി പുതിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ബോംബെയില അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം മുझे हिंदी नहीं मालूम. मुंबई की कहानी रे. तू आने दे छोड़ी हवा को तू लगने दे मुंबई है. मुंबई है महंगी है, मस्ती पर सस्ती भी मिलती है. क्यों बे शाना तो बनना ही पड़ता है. अबे ये खुशबू है बोलता की बू है. पागल है क्या, दिमाग से घायल है क्या, टूटी हुई तू पायल है क्या, बोल. हाँ भाई साहब, अब ठीक है? बहुत बढ़िया साहब, हम आप ही के इंतजार में थे. देख लीजिए साहब. पता है ना सर जी, ये दुकान माल समेत ही बेचना है. हाँ, सब? देखिए ना. जी हाँ, धन्यवाद. चलिए आइए. एक मिनट. ഹലോ. ആ സാറേ, താങ്കൾ ഇപ്പൊ എവിടെയാണ്? ഞാൻ ഈ മുംബൈയിൽ ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നാ. എന്താ സാറേ? ഈ പ്രസിഡന്റ് ബോംബെയിൽ വരുന്ന സമയത്ത് തന്നെ താങ്കൾ എന്തിനാ ബോംബെ പോയത്? അയ്യോ, പ്രസിഡന്റ് മുംബൈക്ക് വരണുണ്ടോ?